ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഭരണ പ്രതിപക്ഷ മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എംപിമാർക്കുള്ള മോക്ക് പോൾ നടന്നു. അതേസമയം BRSന് പിന്നാലെ BJDയും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും. അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടെ 9 PM പൂർണ്ണമാകുകയാണ്. ശേഷം സ്പീഡ് ന്യൂസിൽ അക്ഷയ് ലക്ഷ്മണൻ ചേരും. അസിത, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ. ലോക്സഭയിലും രാജ്യസഭയിലെയും അംഗബലത്തിൽ NDA മുന്നണിയാണെങ്കിൽ പോലും ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിൽ തങ്ങൾ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയും ഇതിനോടകം തന്നെ പാർട്ടി നേതാക്കളുമായി സംസാരിക്കുകയും തങ്ങളുടെ വോട്ടിനുള്ള പിന്തുണ തേടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്ന നിലപാടാണ് BJD യും BRSന്റെയും ഭാഗത്ത് ഉള്ളത്. 11 MPമാരാണ് ഇരു പാർട്ടികൾക്കുമായുള്ളത്. ഈ 11 വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന് നഷ്ടപ്പെടുന്നതോടുകൂടി B സുദർശൻ റെഡ്ഡിയുടെ വിജയത്തിൽ മങ്ങലേൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഇരു സഭകളിലുമായി ആകെ 781 വോട്ടുകളാണുള്ളത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിജയിക്കാൻ 391 വോട്ടാണ് ഭൂരിപക്ഷമായി കണക്കാക്കുന്നത്. ഇതിൽ നിലവിൽ NDA സഖ്യത്തിന് 423 അംഗബലവും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന് 322 അംഗങ്ങളുടെ പിന്തുണയുമായി ുള്ളത്. എന്തായാലും മറ്റു പാർട്ടികളിൽ നിന്നടക്കം ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് വോട്ട് ലഭിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം BJPയിലെ ചില MPമാരും വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും പുറത്തേക്ക് പോകുന്ന വോട്ടുകൾ അത് നിരീക്ഷണം നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. വൈകിട്ട് 6 മണിക്ക് ശേഷം വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ രണ്ട് മുന്നണികളും വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്.